വേറെ ആരെപ്പറ്റി പറയണം? ഒറ്റ ആളെപ്പറ്റി പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങളുടെ പൊന്നമ്മാവൻ ചിത്തിര തിരുനാൾ മഹാരാജാവ് തിരുമനസ്. അവനെ പറ്റി പറയാതിരിക്കുക നല്ലത്. അങ്ങനെ ആരെല്ലാം അസാധ്യ തന്നെത്താനെ അസാധ്യ കൈപുണ്യമാണ് അമ്മൂമ്മയ്ക്ക്. പച്ചവെള്ളം തൊട്ട സ്വാദം അങ്ങനെ അമ്മൂമ്മ വെക്കുക ഒക്കെ ചെയ്യും. ഞങ്ങളൊക്കെ ആരും ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്തോന്ന് വേണം, ഇവിടെ എന്തോന്ന് ഉണ്ടാക്കുന്നു, ബാക്കിയുള്ളവർക്കൊക്കെ ഫാമിലിയിൽ എല്ലാവർക്കും ഉണ്ടാക്കുമല്ലോ, അത് ഞങ്ങൾ കഴിച്ചോണം. പ്രിൻസസ് ഇപ്പൊ എനിക്കൊരു 30 വയസ്സായിട്ടുണ്ട്. പ്രിൻസസ് കണ്ടാ തോന്നില്ല. താങ്ക് യു. അതിനുവേണ്ടിയല്ലോ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ അതല്ലേ കാരണം, അതിന്റെ പുറവശത്തുള്ള ഉള്ളടക്കം. എല്ലാവരും നമ്മളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റൂല. ഇല്ലാത്തത് അപവാദങ്ങളും അധർമ്മങ്ങളും അസത്യങ്ങളും ആ രീതിയിൽ സത്യമാണെന്നുള്ള രീതിയിൽ ചരിത്രത്തിനെ വളച്ചൊടിച്ച് പറയുന്ന എത്രയോ പേര്. ട്രാവലിംഗ് പ്രെയർ ബോക്സ് യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുവന്നുള്ളൊരു അസാധ്യൊരു സംഭവമാണ്. നമ്മൾ പറഞ്ഞ് ചെയ്യിച്ചതാണ്. മഹാരാഷ്ട്രയിൽ നിന്നാണ് അത് വരുന്നത്. നമ്മളതിൻ്റെ എല്ലാം അയച്ചു കൊടുത്തു. ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് നമ്മളുടെ കൂടെയുള്ള അതിഥി പ്രശസ്ത എഴുത്തുകാരിയും തിരുവിതാംകൂർ രാജകുടുംബമായിരിക്കുന്ന പ്രിൻസസ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിയാണ്. നമസ്കാരം. നമസ്കാരം. തമ്പുരാട്ടി കേരളത്തിൻ്റെ ഒരു അമ്മൂമ്മയായിട്ടാണ് ഇപ്പോൾ പൊതുവെ അറിയപ്പെടുന്നത്. ധാരാളം കഥകൾ പറഞ്ഞ്, ധാരാളം ഓർമ്മകൾ പങ്കുവെച്ച് പല ആൾക്കാരെയും അവരുടെ ചെറുപ്പത്തിലേക്ക് ബാല്യത്തിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട് പ്രിൻസസ്. അതോടൊപ്പം തന്നെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയും കൂടിയിട്ടാണ്. പ്രിൻസസ് എങ്ങനെയാണ് എഴുത്തിൻ്റെ ലോകത്തിലേക്ക് ആദ്യമായി കടന്നു വന്നത്? വളരെ കുട്ടിക്കാലത്തിലുണ്ട്. ഞങ്ങളൊന്നും സ്കൂളിൽ പോയിട്ടില്ല, ഇവിടെ പഠിച്ചതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് ഏകാന്തത ഇഷ്ടമാണ് ഇപ്പോഴും അന്നും ഇന്നും. അപ്പം പലപ്പോഴും തന്നെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും. അന്നത്തെ ഒരുപാട് സ്ഥലങ്ങളും മുറ്റങ്ങളും ഒക്കെ ഉണ്ടല്ലോ. എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നൊരു പേപ്പർ എന്തെങ്കിലുമൊക്കെ എഴുതും, കുത്തിക്കുറിക്കും. കൊച്ചു കവിതകൾ, ലേഖനങ്ങൾ, അങ്ങനെ ഒരു 10-12 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ്. അതൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് എഴുതിയ കവിതകളും. അതൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല, ഇപ്പോഴും ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ. ലേഖനങ്ങൾ, കവിതകൾ, കൊച്ചു കൊച്ചു കവിതകൾ, അങ്ങനെ കുറേ എഴുതി. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ്, ഒരു 10-20 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കും ഫോമൽ പബ്ലിഷിങ്ങിലേക്ക് പോയത്. ആദ്യത്തെ 2 ബുക്ക് കവിതയാണ്, ഇംഗ്ലീഷ് പോയട്രിയാണ് രണ്ടും. എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു മിസ്സസ് സുപ്രിയ ചെറിയാൻ എന്ന് പറഞ്ഞ അവർ ആണ് ആദ്യം എന്നെ ഉത്സാഹിപ്പിച്ചപ്പോൾ കൊണ്ടുവരണം, പബ്ലിഷ് ചെയ്യണം. അങ്ങനെയാണ് ആദ്യത്തെ ബുക്ക് പബ്ലിഷ് ചെയ്തത്, തിരുമുൽ കാഴ്ച. മലയാള ടൈറ്റിലാണെങ്കിലും ഇംഗ്ലീഷ് പോയട്രിയാണ്. 13 ബുക്ക് മൊത്തം എഴുതിയിട്ടുണ്ട്. പ്രിൻസസ്, ഈ രുദ്രാക്ഷമാല എന്ന് പറയുന്ന പുസ്തകം എന്തിനെ പറ്റിയിട്ടായിരുന്നു? അത് 28-29 തിരുവിതാംകൂർ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ്. അത് 2 ബുക്കാണ് എഴുതിയിരിക്കുന്നത്. തിരുവിതാംകൂർ ക്ഷേത്രങ്ങളെക്കുറിച്ച് തുളസികാളിൻ്റെ എന്നൊരു ബുക്കും എഴുതി, രുദ്രാക്ഷമാല എന്നൊരു ബുക്ക്. അങ്ങനെ 2 ബുക്ക്, രണ്ടും കൂടെ ചേർന്ന ഒരു 51, പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെ 51 ക്ഷേത്രങ്ങളെക്കുറിച്ച്, തിരുവിതാംകൂർ ക്ഷേത്രങ്ങളെക്കുറിച്ച്. കന്യാകുമാരിയും കഴിഞ്ഞ് ശുചീന്ദ്രം മുതലുണ്ട്. ശുചീന്ദ്രമൊക്കെ ഉണ്ട്. അല്ല, കന്യാകുമാരി അതും കഴിഞ്ഞാണല്ലോ. പക്ഷെ അതും കഴിഞ്ഞിട്ട് തിരുപ്പതി സാരമൊക്കെ അതും കഴിഞ്ഞാണ്. അപ്പോൾ തിരുപ്പതി സാരം തൊട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അതൊക്കെ പഴയ തിരുവിതാംകൂർ ആയിരുന്നല്ലോ. ഇതിനകത്ത് an amateur attempt at poetry, ഈ പുസ്തകം എന്തിനെ പറ്റിയിട്ടാണ് പ്രിൻസസ് പറഞ്ഞത്? ഇത് ഒരു കവിതകളാണേ, പലമാതിരി കവിതകൾ, പല രീതിയിലുള്ള കവിതകൾ. കൂടുതൽ ഭക്തിയാണോ? എല്ലാം ഉണ്ട്, ഒരു അവിയൽ എല്ലാം കൂടെ ചേർന്ന്. ഇതാണ് പ്രിൻസസിന്റെ രുദ്രാക്ഷമാല. ഇത് മലയാളം, ഇത് ട്രാൻസ്ലേഷനാണ്. ഞാൻ എഴുതിയത് ഇംഗ്ലീഷിലാണ്. ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രിൻസസ് ആണ്? അല്ല, ഞാനല്ല.
അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് മലയാളമേ മാപ്പ്. അത് ഞാൻ എഴുതിയതാണ്. 2 ബുക്കേ ഉള്ളൂ മലയാളത്തിൽ ഞാൻ എഴുതിയത്. മലയാളമേ മാപ്പും ബുദ്ധദർശനവും. ഉം. അത് രണ്ടും മലയാളത്തിലെ മലയാള മനോരമയിൽ എല്ലാ ബുധനാഴ്ചയും ഒരു ആർട്ടിക്കിൾ എഴുതിക്കൊണ്ടിരുന്നു. ഓ. അത് അവർ ഒരുപാട് നിർബന്ധിച്ചാണ് എനിക്ക് കോളം എഴുതാൻ എനിക്ക് അറിഞ്ഞുകൂടാ. കോളം എഴുതാനാണ് വെനിസ്ഡേ, അതാണ് ബുദ്ധദർശനം, ഉം. ബുധനാഴ്ച വരുന്നത്. അപ്പോൾ അത് ഞാൻ ഒരുപാട് പറഞ്ഞു അവർക്ക് എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. പിന്നെ എങ്ങനെയൊക്കെയോ അവർ നിർബന്ധിച്ച ആണ്. അപ്പം ഞാൻ പറയും ആരെങ്കിലും ഒരു ദോഷം അഭിപ്രായങ്ങൾ ഒരുപാട് വരുമല്ലോ, അതെ. അവരാണെങ്കിൽ അപ്പം ഞാൻ നിർത്തേണ്ടൊക്കെ പറയണം. വീഡിയോസിനെയും പോസ്റ്റ് ചെയ്യേണ്ട ഞാനിങ്ങനെ എഴുതി ശീലമില്ല. പക്ഷേ എനിക്ക് നേരിട്ട് ഒരുപാടെണ്ണം വന്നു. ഉം. അതെല്ലാം നല്ല അഭിപ്രായം. വളരെ ഒരൊറ്റ എണ്ണം ഒരു പോസ്റ്റ് കാർഡിൽ കൊല്ലത്ത് നിന്ന് ഒരാൾ ഒരു മോശമായിട്ട് എഴുതി. ബാക്കി എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് എഴുതിയത്. അങ്ങനെ അത് പിന്നെ സഹായിക്കാനായിട്ട് വിനിത എന്ന് പറഞ്ഞ ഉം. ഷീസ് ഓൾസോ വർക്കിംഗ് കേരളമതിലാണെന്ന് തോന്നുന്നു വിനിത. അപ്പോൾ വിനിത വന്ന് ഞാൻ പറയുന്ന എഴുതിയെടുക്കും, വിനിത എഴുതിയെടുക്കും ഞാൻ പറയുന്ന. അങ്ങനെ അങ്ങനെ ചെയ്തു. അങ്ങനെ 2 ബുക്കുണ്ട്. ഇത് മലയാളമേ മാപ്പും ബുദ്ധദർശനവും. ഈ മലയാളമേ മാപ്പ് എന്തിനാ? എല്ലാം കളക്ഷൻ ഓഫ് ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾസ് ആണ്. ഇതാണ് അതിൻ്റെ തിലം. എനിക്കും വേണം ഒരു മലയാളി പാവ. പാവകൾ ഒരുപാട് അന്ന്, പ്രത്യേകിച്ച് അന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ നമ്മുടെ കേരള തനിമയുള്ള ഒരു പാവ അന്നില്ല. ഉം, ഉം. കാശ്മീർ പാവ കാണുമായിരിക്കും, രാജസ്ഥാൻ പാവ കാണുമായിരിക്കും, തമിഴ്നാട്ടിൽ നിന്നുള്ളത് കാണും, കേരളത്തിലേ ഇല്ല. ഉണ്ടെങ്കിൽ അതും കമ്പമായിട്ട് മുട്ടറ്റം ഒരു മേത്തുകെട്ടും കിട്ടി. അത് തനിമയല്ല, ഉം, ഉം. നമ്മുടെ രീതിയിലുള്ള എന്തെല്ലാം ഉണ്ട് നമുക്ക്. അപ്പം കേരള തനിമയിലുള്ള ഒരു ഭാവ എനിക്കും വേണം. അതാണ് തുടക്കം, ഫസ്റ്റ് വൺ അതാ ഇതിൻ്റെ. പിന്നെ ഇങ്ങനെ എനിക്ക് തോന്നിയത് എന്തെല്ലാം തോന്നുന്നു അതൊക്കെ ഞാൻ എഴുതും. ഈ പ്രിൻസസിന്റെ ആദ്യത്തെ എഴുത്തിനെ ഏറ്റവും കൂടുതൽ ആദ്യം പ്രൊമോട്ട് ചെയ്തേരാ അമ്മയാണോ അച്ഛനാണോ? ഏതാ? ആദ്യത്തെ എഴുത്തുകളെ അച്ഛൻ. അച്ഛൻ ആദ്യം അദ്ദേഹത്തിനെ ആയിരുന്നു കാണിച്ചിട്ടുള്ളത്. ഞാൻ ആരെയും കാണിച്ചുകൊണ്ടിരുന്നില്ല. എൻ്റെ പ്രൈവറ്റ് ബുക്കെന്നാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് തന്നെ. ഒരു മനുഷ്യൻ കാണിക്കില്ല. പക്ഷേ ഭാഷയിലേക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അത് അമ്മ തന്നെയാണ്, അച്ഛനല്ല. അമ്മ വളരെ പെർട്ടിക്കുലർ ആയിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിലാണ് എഴുതുമ്പോൾ അതിങ്ങനെ ഒരേ ആശയത്തിലെ ഒരേ വാക്ക് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ബ്യൂട്ടിഫുൾ എന്നൊരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത വാക്ക് ബ്യൂട്ടിഫുൾ വരാൻ പാടില്ല. ചാമിങ് ആവാം, എൻചാണ്ടിങ് ആവാം, അട്രാക്റ്റീവ് ആവാം, വാട്ടെവർ. പക്ഷെ അതേ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഒരു സെൻറ്റൻസ് ബട്ട് ഇഫ് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ തുടങ്ങാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് അമ്മയ്ക്ക് നിർബന്ധങ്ങൾ. അങ്ങനെ അമ്മയുടെ നിർബന്ധത്തിലാണ് ഭാഷ. അച്ഛനും സമയമധികമൊന്നുമില്ല, അച്ഛൻ ഒരുപാട് ബിസി ആയിരുന്നു. അപ്പം എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ വലിയ അപ്രിസിയേഷൻ. അമ്മ ക്രിട്ടിക്കലാണ്, വളരെ ക്രിട്ടിക്കലാണ്. അച്ഛൻ അപ്രിഷ്യേറ്റീവാണ്. അപ്പോൾ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ കാണിച്ചിട്ടുള്ളൂ. അമ്മയെ ഒരെണ്ണം കാണിച്ചു, അമ്മ അതിൽ ഒരുപാട് കുറ്റം പറഞ്ഞു. അത് ഞാൻ പിന്നെ കീറിക്കളഞ്ഞു. ഈനറ്റ് ബ്ലൈറ്റിനൊരു എഴുത്തെഴുതിയായിരുന്നു. അപ്പോൾ അമ്മ അത് അങ്ങനെ ഇത് ശരിയല്ല, ഇതിങ്ങനെ ശരിയല്ല, മറ്റേ അങ്ങനെ ശരിയാണ്, അങ്ങനെയെല്ലാം പറഞ്ഞ് പിന്നെ ഞാൻ രണ്ടാമത് എഴുതാൻ പോയില്ല. പക്ഷേ കറക്റ്റ്നെസ് ഓഫ് ലാംഗ്വേജ് അമ്മ തന്നെയാണ്. എപ്പോഴും ക്രിട്ടിക്കലായിട്ട് കാര്യങ്ങൾ അതിനെപ്പറ്റി നിർബന്ധമായിട്ട് അമ്മ ഞങ്ങളെല്ലാവരും തന്നെ ലാംഗ്വേജിൻ്റെ കൈകാര്യം ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്യണം. ഇത് മഹാറാണി, അതായത് കാർത്തിക ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ സ്ട്രിക്ട്നെസ്സിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ കേട്ടിട്ടുണ്ട്. കാരണം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭക്ഷണം, അല്ലാതെ രാജകുമാരിമാരാണ് പ്രത്യേക ഭക്ഷണങ്ങളൊന്നുമില്ല, ജോലിക്കാർ കഴിക്കണം അതേ ഭക്ഷണം തന്നെ ഇവിടെ കഴിക്കണം എല്ലാ ആൾക്കാരും എന്നുള്ളത് സ്ട്രിക്ട്നെസ്സിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, അമ്മൂമ്മയാണ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് അമ്മയെക്കാട്ടിലും. മഹാറാണി സേതു പാർവതിഭായ്. പക്ഷെ അമ്മൂമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അമ്മൂമ്മ അസാധ്യ തന്നെത്താനെ അസാധ്യ കൈപുണ്യമാണ് അമ്മൂമ്മയ്ക്ക്. പച്ചവെള്ളം തൊട്ട സ്വാദം അങ്ങനെ അമ്മൂമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു. അമ്മയും സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ അടുക്കലൊക്കെ അമ്മയാണ് സ്ട്രിക്റ്റാ. സ്വതവേ അമ്മൂമ്മയാണ് വളരെ സ്ട്രിക്റ്റ് എന്നാണ് കേട്ടോണ്ടിരുന്നത്. പക്ഷെ ഞങ്ങളൊക്കെ അമ്മൂമ്മ കുറെ കൂടെ കൊച്ചുമക്കളല്ലേ. അപ്പൊ അമ്മ സ്ട്രിക്റ്റ് ആയിരുന്നു, പക്ഷെ അമ്മൂമ്മ അത്ര സ്ട്രിക്റ്റ് അല്ല. എനിക്ക് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ. എന്റെ അമ്മയും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. കൊച്ചുമോള് വന്നപ്പോഴത്തെ വളരെ സോഫ്റ്റ് ആയി. അതാണ്. അപ്പോൾ ഈ ഇവിടുത്തെ ഭക്ഷണ രീതി പൊതുവെ എല്ലാം നോർമലാണ്. ഒരു രാജകുമാരിമാരായതുകൊണ്ട് തന്നെ, അതായത് 2 തമ്പുരാട്ടിമാരും എനിക്കൊന്ന് ഇൻഡിപെൻഡൻസിന് മുമ്പ് തന്നെ ജനിച്ചവരാണ്. അതായത് പ്രസന്റ് പ്രിൻസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ട് പ്രിൻസസ്മാരായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു പ്രിൻസസ്മാരായതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ഫുഡ്, സ്പെഷ്യൽ ഡ്രസ്സ്, ഇങ്ങനത്തെ സ്പെഷ്യാലിറ്റി ഒന്നുമേ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ആവറേജ് ഫാമിലിയിൽ എങ്ങനെയായിരുന്നു അതേ രീതിയിൽ തന്നെ. അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ ഒരാൾക്ക് പുളിശ്ശേരി വേണമെങ്കിൽ വേറൊരാൾക്ക് സാമ്പാർ വേണം, വേറൊരാൾക്ക് സാമ്പാർ വേണമെങ്കിൽ പറഞ്ഞ് ഉരുളങ്ങനെ പൊഴുത്ത് വേണം.
ഞങ്ങളൊക്കെ ആരും ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്തോന്ന് വേണം. ഇവിടെ എന്തോന്ന് ഉണ്ടാക്കുന്നു ബാക്കിയുള്ളവർക്കൊക്കെ ഫാമിലിയിൽ എല്ലാവർക്കും ഉണ്ടാക്കുമല്ലോ. അത് ഞങ്ങൾ കഴിച്ചോണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണോ, അത് വേണോ, ഇത് വേണോ എന്നൊന്നും ആരും ചോദിച്ചിട്ടില്ല. കഴിച്ചേ പറ്റൂ. അത് അമ്മേടെ നിർബന്ധം അവിടെയുണ്ട്. ഉം. കഴിക്കുകയും വേണം. അത് ഇത്ര ഒരു അളവ് പാത്രം വെച്ചിട്ടുണ്ട്. അത്രയും ചോറ് കഴിച്ചിരിക്കണം. ഓ. അപ്പം അങ്ങനെയൊക്കെ അമ്മയ്ക്ക് പിന്നെ വസ്ത്രങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ള പോലെ. പിന്നെ അമ്മൂമ്മ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഡാൻസ് പഠിച്ചുകൊണ്ട് അതിന് വേണ്ടി കുറച്ച് കസവ് പാവാടകൾ ഉണ്ടാക്കി. ആ ഡാൻസിന് ഉടുക്കാൻ മാത്രം. വെൽവെറ്റ് വെച്ച് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ വെൽവെറ്റ്, പല നിറം വെൽവെറ്റ് വെച്ചൊരു പാവാട അങ്ങനെയൊക്കെ ഉള്ളത്. അത് ഡാൻസിന് വേണ്ടി ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ നമുക്കും ഒരു പ്രത്യേകത ഒന്നുമില്ല. പ്രിൻസസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മുൻപുണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂല് ആകെപ്പാടെ 3 പട്ടുപാവാട ഉണ്ടായിരുന്നിട്ടുള്ളൂ. പട്ടുപാവാട വളരെ കുറവാണ്. പട്ടുപാവാട വളരെ കുറവാണ്. എന്നുവെച്ചാൽ ഒരു ഫുൾ സാരിയാണ് വാങ്ങിക്കുന്നത്. ഒരു സാരി വാങ്ങിച്ച് മുറിച്ച് 2 പാവാടയാക്കും. അപ്പം നമുക്ക് ഇത്ര പൊക്കമേ ഉള്ളെങ്കിൽ സാരി ഫുൾ ലെങ്ത് അല്ലേ, അപ്പം ടക്കിട്ട് വയ്ക്കും. അപ്പം നമ്മൾ പൊക്കം കൂടുമ്പോൾ ഈ ടക്കട്ട് അഴിച്ച് വിട്ടാൽ മതി. നമ്മൾ ഫുൾ പ്രായപൂർത്തി വരുന്നവരെ ഈ പാവാട നല്ല പട്ടായതുകൊണ്ട് കീറുകയില്ല. നല്ല പട്ടം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് 1-2 എണ്ണം. അന്ന് ഉപയോഗിച്ചത് ഞാൻ ഉപയോഗിക്കാറില്ല, പക്ഷെ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോഴും അത് കുഴപ്പമില്ലാതിരിക്കുന്നു. ഓ. അന്ന് ഡ്രസ്സൊക്കെ വളരെ ശ്രദ്ധിച്ചായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് സാരിയൊക്കെ ഏകദേശം ഒരു 10, 100, 150 വർഷം വരെയൊക്കെ ഉപയോഗിക്കായിരുന്നു അത്രേ. അത് അമ്മയൊക്കെ വളരെ സൂക്ഷിച്ചു. ഞങ്ങൾക്ക് പിന്നെ സാരി എല്ലാം വസ്ത്രമൊക്കെ സൂക്ഷിച്ച് തന്നെയാണ്. പക്ഷെ ഒരുപാട് വാങ്ങിച്ച് വെക്കുക അങ്ങനെ ഒന്നിനോടും തന്നെ അങ്ങനെ ഒരു അമിതമായ ഒരു ആഗ്രഹം ആഭരണത്തിനോട് കൂടിയോ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ എടുക്കലോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇഷ്ടമുണ്ടായിരുന്ന പുസ്തകം വായിക്കാൻ. പുസ്തകങ്ങൾ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അക്കിക്കും എനിക്കും അനിയനും. പുസ്തകം വാങ്ങിക്കുക. അപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ പുസ്തകം വാങ്ങിച്ചാൽ മതി എന്ന് പറയും. സ്റ്റോറി ബുക്സും അതും ഇതുമൊക്കെ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട്, ഒരുപാട് വായിച്ചിട്ടുമുണ്ട്. നമ്മുടെ ഒരു ഫോളോവർ ഒരിക്കൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇനി പ്രിൻസസിനെ കാണുമ്പോൾ പറയണം നല്ല രീതിയിലുള്ള പട്ടുവസ്ത്രങ്ങളൊക്കെ ഉടുത്ത് സ്വർണ്ണാഭരണങ്ങളൊക്കെ ധാരാളം ഇട്ട് നടക്കണം എന്നുള്ളത്. അന്നേരം ഞാൻ പറഞ്ഞു നോക്കാം. അത് അവരോട് പ്രിൻസസ് എന്താണ് പറയാനായിട്ടുള്ളത്? ഈ കാലാവസ്ഥയിൽ വലിയ പട്ടുസാരി ഉടുത്ത് നടക്കുകയാണെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തോന്നായിരിക്കും? നമ്മൾ ശരിയായിട്ട് എത്രമാത്രം ടോർച്ചറായിരിക്കും അത്. പട്ടുസാരി ഉടുത്തുകൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഈ സെറ്റ് മുണ്ട് തന്നെയാണ്. പിന്നെ അല്ലെങ്കിൽ ഒരു മാക്സി ഇട്ടാൽ പിന്നെ അത് ഒരു വിഷമവും ഇല്ല. 2, 3, 4 ലെയറും വേണ്ട മാക്സി ഇട്ടാൽ. നമ്മളുടെ ഒരു പ്രായമായി നമുക്ക് എന്താണ് നമുക്ക് ഒരു കംഫേർട്ട് സോൺ എന്താണ് അതനുസരിച്ച് നമ്മൾ നിന്നാൽ മതി. പിന്നെ വെളിയിലൊക്കെ പോകുമ്പോൾ വേണം. പണ്ട് തൊട്ടേ ആഭരണത്തിനോട് കമ്പമില്ലായിരുന്നു. അതങ്ങനെ പോകുന്നു. പിന്നെ അത്യാവശ്യത്തിന് അമ്മാവനും അമ്മൂമ്മയൊക്കെ തന്നിട്ടുണ്ടല്ലോ. പ്രിൻസസ് ഇപ്പൊ എനിക്കൊരു 30 വയസ്സായിട്ടുണ്ട്. കണ്ടാ തോന്നില്ല. അതിനുവേണ്ടിയല്ലോ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ അതല്ലേ കാരണം, അതിന്റെ പുറവശത്തുള്ള ഉള്ളടക്കം. എന്നെ അമ്മൂമ്മന്ന് വിളിച്ചു, നിങ്ങൾക്ക് 30 വയസ്സെന്ന് പറഞ്ഞു. ശരി പോട്ടെ, ഞാൻ അമ്മൂമ്മയാണ്. പ്രിൻസസിന് ഇപ്പൊ ഏകദേശം 80 വയസ്സിന് മുകളിലായിട്ടുണ്ട്. അതിപ്പോ ഞാൻ പറയുന്നില്ല. ഇപ്പം എൻ്റെ ഒരു പ്രായത്തിൽ നോക്കുമ്പം കുറച്ച് കാലമായിട്ട്, അതായത് ഒരു 25 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ജീവിതത്തിനെ മനോഹരമാക്കി മാറ്റിയ പല ആൾക്കാർ ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജീവിതത്തിലോട്ട് തിരിഞ്ഞു നോക്കുമ്പം വല്ലാത്തൊരു വിഷമമുണ്ട്, ഒരു ശൂന്യതയുണ്ട്, ഒരു ഡാർക്ക്നെസ് ഉണ്ട്. പ്രിൻസസിൻ്റെ ജീവിതം വളരെ മനോഹരമാക്കിയ ഒരുപാട് ആൾക്കാർ ജീവിതത്തിൽ നിന്നിട്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് പ്രിൻസസ് അതിനെ എങ്ങനെയാണെന്ന് വിലയിരുത്തുന്നത്? അല്ലെങ്കിൽ ഈ ശൂന്യത ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡൾനെസ് ഫീൽ ചെയ്യാറുണ്ടോ? എത്ര പ്രാവശ്യം കൊട്ടാരത്തിൽ തന്നെ അടഞ്ഞ മുറികളും തുറക്കാത്ത ജനലുകളും നിശബ്ദത, ശബ്ദത്തിനേക്കാളിലും വലിയ നിശബ്ദതയും. വേറെ ആരെപ്പറ്റി പറയണം? ഒറ്റയാളെ പറ്റി പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങളുടെ പൊന്നമ്മാവൻ, ചിത്തിര തിരുനാൾ മഹാരാജാവ് തിരുമനസ്, അമ്മയുടെ ജ്യേഷ്ഠൻ. അമ്മാവൻ്റെ നിഴലിൽ തന്നെയാണ് ഞങ്ങൾ ജീവിച്ചത്. ഇന്നും ഉണ്ണുന്ന അന്നവും ഉടുക്കുന്ന വസ്ത്രവും തലയ്ക്ക് മുകളിലുള്ള കൂരയും എല്ലാം ശ്രീ പത്മനാഭസ്വാമി കഴിഞ്ഞാൽ ഞങ്ങളുടെ പൊന്നമ്മാവൻ ഞങ്ങൾക്ക് തന്നതേ ഉള്ളൂ. ഇന്നും അതേ ഉള്ളൂ. പിന്നെ അവനെ പറ്റി പറയാതിരിക്കുക നല്ലത്. അങ്ങനെ ആരെല്ലാം, ഹസ്ബൻഡ് പോയി, അച്ഛൻ പ്ലെയിൻ ക്രാഷ് മരിച്ചു, ഹസ്ബൻഡ് കാർ ക്രാഷ് മരിച്ചു, അക്കയുടെ കൊച്ചുമകൻ മരിച്ചു, പിന്നെ അമ്മ, അങ്ങനെ എത്രയോ പേര്, അമ്മൂമ്മ. അപ്പോൾ ഒരു ജീവിതത്തിൽ എത്രയോ പേര്, പിന്നെ കുടുംബത്തിലുള്ളവരെ അല്ലാതെ തന്നെ
വളരെ വേണ്ടപ്പെട്ട ആളുകൾ. എനിക്കെല്ലാം എല്ലാമായ എൻ്റെ പഠിപ്പിച്ച സാറ് അനന്തനാരായണ അയ്യർ സാറ്. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ എൻ്റെ ഫ്രണ്ട്സിൽ ചിലർ കൂടെ പോയിട്ട് അങ്ങനെ അതിപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെയല്ലേ? ആരെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ പറയാൻ പറ്റുമോ നമുക്ക് വേണ്ടപ്പെട്ട ആരും പോയിട്ടില്ല എന്ന്? പറയാൻ പറ്റില്ല. എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട്. പിന്നെ മുമ്പോട്ട് പോകണം. ചിലപ്പോൾ ശരിയാണ്. ഇനി എന്ത് എന്ന് തോന്നിപ്പോവും. ഇനി എന്തിന് എന്ന് തോന്നിപ്പോവും. ഇനി എങ്ങനെയെന്ന് തോന്നിപ്പോവും. പിന്നെ അങ്ങനെ പോകുന്നു. ഒരുപാട് പേരെ നന്മ. കുറേ പേര് ശൂന്യം പറയുമായിരിക്കും. പക്ഷെ അതിന് പകരം കുറേ പേര് നന്മ പറയും. ജീവിതവും അങ്ങനെയാണല്ലോ. എല്ലാം പ്ലസും മൈനസും അല്ലല്ലോ. രണ്ടുമുണ്ട്. ഒന്ന് പ്ലസ് മാത്രമല്ല മൈനസ് മാത്രമല്ല. എല്ലാവരും നമ്മളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റൂല. ഇല്ലാത്തത് അപവാദങ്ങളും അധർമ്മങ്ങളും അസത്യങ്ങളും ആ രീതിയിൽ സത്യമാണെന്നുള്ള രീതിയിൽ ചരിത്രത്തിനെ വളച്ചൊടിച്ച് പറയുന്ന എത്രയോ പേര്. എത്രയോ പേരല്ല ചിലർ, എത്രയോ പേരില്ല ചിലർ അങ്ങനെയുണ്ട്. പിന്നെ അല്ലാതെ ഒരുപാട് മോശം പറയുന്നവർ കാണും. അതുപോലെ നല്ലത് പറയുന്നവർ കാണും. ഓക്കെ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് അല്ലേ? പിന്നെ എല്ലാത്തിനും ഒരു ഒറ്റമൂലി വേണമല്ലോ മുമ്പോട്ട് പോകാൻ. എനിക്കൊരു ഒറ്റമൂലി, എൻ്റെ പൊന്ന് പത്മനാഭസ്വാമി. കാരണവും കൂടെ പിടിച്ചുകൊണ്ട് പോവും. പിന്നെ നിങ്ങളെപ്പോലെയൊക്കെ ഉള്ളവരുടെ നന്മ നിങ്ങളൊക്കെ നന്നായിരിക്കട്ടെ. അല്ലെങ്കിൽ ഒരു ദോഷം വിചാരിക്കില്ലല്ലോ. നന്നായിരിക്കട്ടെ എന്നൊരു മിനിറ്റ് അതും നമുക്കൊരു വലിയ പ്ലസ്സാണ് അല്ലേ? അങ്ങനെ പോകുന്നു. പക്ഷെ അതിപ്പോൾ എൻ്റെ ജീവിതം മാത്രമല്ല, എല്ലാവരുടെ ജീവിതത്തിലുള്ളൊരു സംഭവമാണ് ഇല്ലേ? മീറ്റ് ആൻഡ് ദെൻ ടു പാർട്ട്. ഇറ്റ് ഇസ് എൻ ഇന്നെവിറ്റബിൾ ഫാസറ്റ് ഓഫ് ലൈഫ്. പ്രിൻസസ്, അപ്പോൾ പ്രിൻസസിൻ്റെ ഏറ്റവും വിലപ്പെട്ട കുറച്ച് സമയങ്ങളിൽ ചിലത് ഞങ്ങളുമായി പങ്കുവച്ചു. ഇനിയും പ്രിൻസസിൻ്റെ കുറച്ച് നിമിഷങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വരും ദിവസങ്ങളിൽ പങ്കുവയ്ക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയിട്ട് നന്ദി. വളരെ സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും മുമ്പോട്ട്. സന്തോഷം എപ്പോഴും കിട്ടില്ല. സമാധാനം കുറേ കൂടെ സ്ഥായിയാണ്. സമാധാനത്തോടുകൂടി ഓരോ കാലം മുമ്പോട്ട് വയ്ക്കാൻ നിങ്ങളെല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും പ്രേക്ഷകരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.